ഹായ്, ഞാനതി. പണ്ടൊക്കെ നമ്മുടെ ഫോണിൽ അപ്ഡേറ്റ് വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മൾ ചാടിക്കയറി ഉടനെ അങ്ങോട്ട് അപ്ഡേറ്റ് ചെയ്ത് കളയും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ അപ്ഡേറ്റ് വരുന്ന സമയത്ത് ഫോണിൻ്റെ പെർഫോമൻസ് ഇൻക്രീസ് ആവും. അതേപോലെ തന്നെ സെക്യൂരിറ്റി പാച്ചസിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരും. ഫോൺ ഒന്നും കൂടി സെക്യൂർ ആവും. മാത്രമല്ല നമ്മുടെ ക്യാമറ ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി, അങ്ങനെ ഫോണിൻ്റെ ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഒന്ന് ഇമ്പ്രൂവ് ആവും. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ, അതായത് ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഫോണിൽ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ അത് അപ്ഡേറ്റ് ചെയ്യാൻ നമ്മളൊന്ന് മടിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എല്ലാം, അതായത് ഇന്ന ബ്രാൻഡിൽ നിന്നല്ല എല്ലാ ബ്രാൻഡിലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുന്ന സമയത്ത് ഓരോ പുതിയ കംപ്ലയിൻറ്റ് ഫോണിൽ വരികയാണ്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിരിക്കില്ല ഫോണിൽ. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ഓരോ കംപ്ലയിൻറ്റുകൾ വരുന്നത്. പണ്ടൊക്കെ കംപ്ലയിൻ്റ് അല്ലായിരുന്നു, ഇമ്പ്രൂവ്മെൻറ്റ്സ് ആയിരുന്നു വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ നേരെ തിരിച്ചാണ്, കംപ്ലയിൻറ്റ്സ് ആണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് AMOLED ഡിസ്പ്ലേ വരുന്ന ഫോൺസിൽ വെർട്ടിക്കലായിട്ടുള്ള ലൈൻസിനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വരുന്നൊരു ഇഷ്യൂ ആണ്. അത് ഓപ്പോ, വിവോ, സാംസങ്, OnePlus, റിയൽമി എല്ലാ AMOLED ഡിസ്പ്ലേ വരുന്ന ഫോൺസിലും ഈ ഒരു കംപ്ലയിൻറ്റ് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിൻ്റെ സൊല്യൂഷൻസും ഞാൻ പറയുന്നുണ്ട്. അത് നിങ്ങൾ മിസ് ചെയ്യാതെ കാണുക. അപ്പോൾ നിങ്ങൾ പോയി കണ്ടു നോക്കുക. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, മേലെ ഐ ബട്ടണിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നിങ്ങളുടെ ഫോണിൽ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരികയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യണോ വേണ്ട എന്നുള്ള കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇതിൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും കൂടി ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ അവസാനം വരെയായിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഇവിടിലോട്ട് പോവാം. ഓരോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുന്നത് കൂടിയിട്ട് ഫോണിലുള്ള ഓരോ കാര്യങ്ങളും ഇമ്പ്രൂവ് ആയി വരും. ഉദാഹരണത്തിന് പറഞ്ഞ് പെർഫോമൻസ് ഇൻക്രീസ് ആവും, പിന്നെ ക്യാമറ ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി, അങ്ങനെ ഫോണിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇമ്പ്രൂവ് ആയിട്ടാണ് നമുക്കൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടുന്നത്. ഓരോ പ്രാവശ്യം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ സന്തോഷമായിരിക്കും. പക്ഷേ ഇന്ന് നോക്കുകയാണെങ്കിൽ നേരെ തിരിച്ചാണ് വരുന്നത്. ഓരോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പേടിയാണ്, വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുമോ എന്നുള്ള പേടി. ആക്ച്വലി ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി ഒരുപാട് കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെർട്ടിക്കലായിട്ടുള്ള ഗ്രീൻ ലൈൻസ്, അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം നമ്മൾ അതിൻ്റെ ഡെഡിക്കേറ്റഡ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് പോയി കാണാം. ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഷവോമി ബ്രാൻഡ്സിലുള്ള പോക്കോ, MI, റെഡ്മി ഈ ഫോൺസിലെല്ലാം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ആ ഫോണിലുള്ള ക്യാമറ വർക്ക് ആവാതിരിക്കുക, പിന്നെ സൗണ്ട് വർക്ക് ആവാതിരിക്കുക എന്നിങ്ങനെ കംപ്ലയിൻറ്റ്സ് എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴിയാണ് ഈ ഒരു കംപ്ലയിൻറ്റ് വരുന്നത്. ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി ഈ ഒരു കംപ്ലയിൻറ്റ് വരുന്നതോട് കൂടിയിട്ട് ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൊന്നും ഇത് ഫിക്സ് ആവാൻ പോകുന്നില്ല. ഇത് ഡയറക്റ്റ് CPU, അതായത് ഫോണിൻ്റെ മെയിൻ CPU ആണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് CPU റീബോൾ ചെയ്ത് വെക്കുക. അങ്ങനെ റീബോൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാലും ആ ഒരു ഫോണ് ഏറിപ്പോയാലും ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസമേ അതിൻ്റെ ലൈഫ് കിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ ഫോൺ ഡെഡ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇങ്ങനെ CPU റീബോൾ ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ ഏകദേശം 4000 രൂപ മുതൽ 6000, 5000 ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് CPU റീബോൾ ചെയ്യുന്നതിനായിട്ട് നമ്മൾ നോർമൽ മൊബൈൽ ഷോപ്പിൽ വാങ്ങാറുള്ളത്. ഇനി അഥവാ വാറൻറ്റി ഉള്ള സെറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ സർവീസ് സെൻ്ററിൽ കൊടുത്തതിന് ശേഷം ബോർഡ് റീപ്ലേസ് ചെയ്യുക എന്നുള്ള ഒരു സൊല്യൂഷനാണ് ഏറ്റവും പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ വാറൻറ്റി ഇല്ലാത്ത ഫോൺസ് എല്ലാം പുറത്ത് കൊടുത്തിട്ടേ റിപ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഈ ഒരു കംപ്ലയിൻറ്റിൻ്റെ പൂർണ്ണ ഉത്തരവാദി അതത് മൊബൈൽ ബ്രാൻഡ്സിൻ്റെ സോഫ്റ്റ്വെയർ കാരണമാണ് ഇങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ്സ് എല്ലാം വരുന്നത്. ഇങ്ങനെയുള്ള കംപ്ലയിൻറ്റ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി അതത് ബ്രാൻഡ്സ് ഏറ്റെടുക്കാറില്ല. വാറൻറ്റി ഇല്ലാത്ത സെറ്റൊക്കെ ആണെങ്കിൽ ഒഴിവാക്കി വിടാറാണ് ബ്രാൻഡ്സിൻ്റെ, പൊതുവെ എല്ലാ ബ്രാൻഡ്സിൻ്റെ സർവീസ് സെൻറ്ററിൽ നടക്കുന്ന കാര്യം. ഈ ഒരു സെയിം ഇഷ്യൂ സാംസങ്ങിൻ്റെ എക്സിനോസ് പ്രോസസ്സർ വരുന്ന ഫോൺസിലും ഈ ഒരു സെയിം ഇഷ്യൂ വരുന്നുണ്ട്. അതായത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി ഫോണിൻ്റെ CPU എഫക്റ്റ് ആവുക അല്ലെങ്കിൽ റിപ്പയർ ആവുകയാണ് വരുന്നത്. സാംസങ്ങിൻ്റെ ഫോൺസിലും ഈ ഒരു കംപ്ലയിൻറ്റ് മെയിനായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇതുപോലെ സോഫ്റ്റ്വെയർ കാരണം ഹാർഡ്വെയറിൽ ഒരുപാട് കംപ്ലയിൻറ്റ്സ് വരാറുണ്ട്. ഇതിൻ്റെയൊക്കെ സൊല്യൂഷൻ റീപ്ലേസ് മാത്രമേ ഉള്ളൂ. റിപ്പയറിങ് അത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് പറയാൻ സാധിക്കില്ല, അത് ഭാഗ്യം പോലെ ഇരിക്കും. പക്ഷേ ഇതുപോലത്തെ കംപ്ലയിൻറ്റ്സ് എല്ലാം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി വരുന്നതിൻ്റെ കാരണം കമ്പനി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, പലപ്പോഴും അറിയാണ്ട് പറ്റുന്ന അബദ്ധങ്ങൾ കാരണമാണ് ഇങ്ങനത്തെ കംപ്ലയിൻറ്റ്സ് ഒക്കെ വരാറ്. പക്ഷേ കമ്പനീസ്, അതായത് മൊബൈൽ ബ്രാൻഡ്സും മനഃപൂർവ്വം ചെയ്യുന്ന ചില തരികിടകളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിൻ്റെ ക്യാമറയുടെ ക്വാളിറ്റി ഡിക്രീസ് ചെയ്യുക, പെർഫോമൻസ് ഇല്ലാണ്ടാക്കുക. അതായത് നിങ്ങൾ ഫോൺ വാങ്ങിയ സമയത്ത് ഭയങ്കര പെർഫോമൻസ് ആയിരിക്കും, അത് ഒരു വർഷം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഫോണിൻ്റെ പെർഫോമൻസ് കുത്തനെ കുറയും. ഇതൊക്കെ ബ്രാൻഡ്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഫോൺ ഒഴിവാക്കിയിട്ട് വേറൊരു ഫോണ്, അതായത് ആ ബ്രാൻഡിൻ്റെയോ അല്ലെങ്കിൽ വേറൊരു ഫോൺ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബ്രാൻഡ്സ് ചെയ്യുന്നത്. ഇത് എല്ലാ ബ്രാൻഡ്സും ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഫോൺ മാറ്റൂല. അത് പെർഫെക്റ്റ് അല്ലാണ്ട് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക്
ഒരു പുതിയ ഫോൺ വാങ്ങണം എന്നുള്ള ചിന്ത വരുള്ളൂ. അതിന് വേണ്ടിയിട്ട് കമ്പനി കളിക്കുന്ന ഒരു കളിയാണെന്ന് പറയാം, ഒരു ഫ്രോഡ് പരിപാടിയാണെന്ന് പറയാം. ഇത് ആക്ച്വലി നോക്കുകയാണെങ്കിൽ ഇത് ശരിക്കുള്ളൊരു സംഭവമാണ്. എനിക്കുണ്ട ഒരു അനുഭവം നോക്കുകയാണെങ്കിൽ റെഡ്മിയുടെ 3S പ്രൈം എന്നുള്ളൊരു ഫോണുണ്ട്. ആ ഫോൺ ഇറങ്ങിയ സമയത്ത് അതിൻ്റെ ക്യാമറ ക്വാളിറ്റി അടിപൊളിയായിരുന്നു. അതിൽ നിന്ന് എടുത്ത ഫോട്ടോസൊക്കെ ഞാൻ കമ്പ്യൂട്ടറിൽ ഇട്ട് കാണുന്ന സമയത്ത് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. അതിന് ഏകദേശം 13-12 മെഗാ പിക്സൽ ക്യാമറ മാത്രമായിരുന്നു ബാക്ക് സൈഡിൽ ഉണ്ടായിരുന്നത്. ഫ്രണ്ട് സൈഡിൽ 5 മെഗാ പിക്സലിൻ്റെ ക്യാമറ ആയിരുന്നു. രണ്ട് ക്യാമറയും നല്ല ക്വാളിറ്റിയുള്ള ക്യാമറാസ് ആയിരുന്നു. ആ ഫോട്ടോസ് ഞാൻ കമ്പ്യൂട്ടറിൽ കാണുന്ന സമയത്ത് നല്ല ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഫോൺ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ആ ക്യാമറയുടെ ക്വാളിറ്റി ഇല്ലാണ്ടായി. ഒട്ടും ക്ലാരിറ്റി ഇല്ലയെന്ന് വേണം പറയാൻ. കാരണം പണ്ടുണ്ടായിരുന്ന ക്വാളിറ്റി ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ആ ഫോണിലില്ല. ഇപ്പോൾ ഞാൻ ആ ഫോൺ യൂസ് ചെയ്യാറില്ല, പക്ഷേ എൻ്റെ കയ്യിലുണ്ട്. ഇതേപോലെ ബ്രാൻഡ്സ് എല്ലാ ഫോണിലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കുള്ള സംശയമായിരിക്കും, ഫോണിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ചെയ്യണ്ടേ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും. ആക്ച്വലി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാം. എപ്പോൾ ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിൽ വാറൻറ്റി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുക. ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാറൻറ്റി ക്ലെയിം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോവില്ല. ഒരു വർഷം കഴിഞ്ഞ്, അതായത് നോർമലി ഫോൺസിൻ്റെ വാറൻറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ 1 ഇയറാണ് വരുന്നത്. ഒരു വർഷം കഴിഞ്ഞ് നിങ്ങളുടെ ഫോണിൽ വരുന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒന്നും നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കംപ്ലയിൻറ്റ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല ഒരു വർഷം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ അടുത്ത ഫോൺ വാങ്ങാമെന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് നിങ്ങളെ എത്തിക്കാനായിട്ട് കമ്പനി നിങ്ങളുടെ ഫോൺസ് മനഃപൂർവ്വം ഡൗൺഗ്രേഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ചാൻസ് കൂടുതല എന്നുള്ളതല്ല, ആക്ച്വലി എല്ലാ കമ്പനീസും ഇത് ചെയ്യുന്നുണ്ട്. ആപ്പിൾ അങ്ങനെ ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. കാരണം എനിക്ക് ആപ്പിളിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. പക്ഷേ ആപ്പിളിൻ്റെ ഭാഗത്തും ഇതേപോലത്തെ ഒരു ഡൗൺഗ്രേഡ് ഉണ്ട്. അതെന്താണെന്നുള്ള കാര്യം ഞാൻ ഈ വഴിയെ പറയാം. നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെയായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ, അതായത് വാറൻറ്റി പീരീഡിൽ നിങ്ങൾ ധൈര്യമായിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വാറൻറ്റി ക്ലെയിം ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് ഫോണിൽ കിട്ടിയിട്ടുള്ള ആളുകൾ പറയുന്ന കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാറില്ല. പിന്നെ എങ്ങനെയാണ് എനിക്ക് ഈ വെർട്ടിക്കലായിട്ടുള്ള ഗ്രീൻ ലൈൻ വരുന്നത്, അതായത് ഡിസ്പ്ലേയിൽ വെർട്ടിക്കലായിട്ടുള്ള ഗ്രീൻ ലൈൻ വരുന്നത്, പിന്നെ നമ്മളെ CPU റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അവർക്ക് അറിയുന്നില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം അവർ തർപ്പിച്ച് പറയുന്ന കാര്യം എന്താ വെച്ചാൽ അവർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒരിക്കലും ചെയ്തിട്ടേ ഇല്ല എന്നാണ്. നിങ്ങളെ ഫോണിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാതെ താനെ അങ്ങ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആവുമോ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും. ആക്ച്വലി ഫോണിൽ സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കലായിട്ട് അപ്ഡേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ ഫോൺസിൽ സിസ്റ്റം അപ്ഡേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൻ്റെ മേലെ ഒരു സെറ്റിങ്സിൻ്റെ ഒരു ഐക്കൺ ഉണ്ടാവും. ആ ഒരു ഐക്കണിൽ പോയി കഴിഞ്ഞാൽ അവിടെ 2 ഓപ്ഷൻസ് ഉണ്ടാവും. ഒന്ന് ഓട്ടോമാറ്റിക് ഡൗൺലോഡ്, ഒന്ന് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ്. ഈ ഓട്ടോമാറ്റിക് ഡൗൺലോഡിൽ നിങ്ങൾക്ക് വൈഫൈ, മൊബൈൽ ഡാറ്റ ഈ 2 ഓപ്ഷൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ വൈഫൈ ഓൺലി, അല്ലെങ്കിൽ മൊബൈൽ ഡാറ്റ പ്ലസ് വൈഫൈ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. അത് ഓരോ ഫോണിനനുസരിച്ച് ഡിഫറൻ്റ് ആയിരിക്കും. സപ്പോസ് നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലും അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്ത് വെക്കും. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ആ ഫയൽ ഡൗൺലോഡ് ചെയ്ത് വെക്കാനായിട്ട് നിങ്ങളുടെ പെർമിഷൻ വേണമെന്നില്ല. ഓട്ടോമാറ്റിക് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഡിസേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഡൗൺലോഡ് ആവില്ല, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആവുന്നതാണ്. ഇനി ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഈ ഒരു സെറ്റിങ്സിൽ തന്നെയുണ്ട്, ഓട്ടോ അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ. ഈ ഒരു ഓട്ടോ അപ്ഡേറ്റിൻ്റെ ഓപ്ഷൻ നമ്മുടെ ഫോണിൽ എപ്പോഴും എനേബിൾ ആയിരിക്കും. നമ്മൾ ഫോണിൻ്റെ ഇനിഷ്യൽ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോ ഓവർനൈറ്റ് അപ്ഡേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. അത് നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല. നമ്മൾ നെക്സ്റ്റ് അടിച്ചു പോയിട്ട് ഇനിഷ്യൽ സെറ്റപ്പ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഫോൺ അങ്ങനെ യൂസ് ചെയ്യാറാണ് പതിവ്. ശരിക്കും ഈ ഓട്ടോ അപ്ഡേറ്റ് എപ്പോഴും നടക്കുന്നത് വെച്ചാൽ നമ്മൾ ഫോൺ യൂസ് ചെയ്യാത്ത സമയം ഉണ്ടാവുമല്ലോ, ഏകദേശം ഒരു 2 മണി തൊട്ടൊരു 3 മണി വരെ. ആ ഒരു ടൈമിലാണ്, നൈറ്റ് ടൈമിലാണ് ഈ ഒരു ഫയല് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഫോണിൽ അപ്ഡേറ്റ് ആവുന്നത്. അപ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ പറഞ്ഞ കംപ്ലയിൻറ്റ്സ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ 2 ഓപ്ഷൻസും ഡിസേബിൾ ചെയ്ത് വെക്കുക. ഏതൊക്കെ ഓപ്ഷൻസ് എന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് ഓട്ടോമാറ്റിക് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഡിസേബിൾ ചെയ്ത് വെക്കുക, ഓട്ടോ അപ്ഡേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അതും ഡിസേബിൾ ചെയ്ത് വെക്കുക. ഇനി ഐഫോണിൻ്റെ കാര്യത്തിലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇല്ല എന്ന് വേണം പറയാൻ. കാരണം ഐഫോണിലുള്ള iOSൻ്റെ ഓരോ അപ്ഡേറ്റിലൂടെ നമുക്ക് പെർഫോമൻസ് ആയിക്കോട്ടെ, ക്യാമറൻ്റെ ക്വാളിറ്റി ആയിക്കോട്ടെ ഇമ്പ്രൂവ് ആയി വരികയാണ്. പക്ഷേ ഓൾഡർ മോഡൽസ് ഇല്ലേ, ആ ഒരു ഫോൺസിലെല്ലാം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഐഫോൺ 7 ലേറ്റസ്റ്റ് വേർഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ നല്ല പോലെ ഹാങ് ആവും. കാരണം ആ ഒരു ഫോൺ എപ്പോഴാണ് വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വന്നാണ് iPhone 7. ആ ഒരു iPhone 7 ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സോഫ്റ്റ്വെയർ, ഇതിപ്പോൾ iPhone 7 അല്ല, iPhone 8 ആയിക്കോട്ടെ, അടുത്ത വർഷം iPhone 7 അപ്ഡേറ്റ് നിൽക്കും. അതേപോലെ 8 എല്ലാത്തിൻ്റെ അപ്ഡേറ്റ് ഇങ്ങനെ നിർത്തി സ്റ്റോപ്പ് ചെയ്ത് ആപ്പിൾ കൊണ്ടുവരാറുണ്ട്. അതായത് ഓൾഡർ ജനറേഷൻ ഫോൺസിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് അവരിങ്ങനെ പതിയെ നിർത്തി വരാറാണ് പതിവ്. അങ്ങനെ ലേറ്റസ്റ്റ് iOS വേർഷൻ ഓൾഡർ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ആ ഫോണിന് താങ്ങാവുന്ന ഒരു കേപ്പബിലിറ്റി ഉണ്ട്.
അപ്പോൾ ആ ഒരു ഫോണിൽ പുതിയ OS ഇടുന്ന സമയത്ത് ആ ഒരു ഫോൺ ടോട്ടലായിട്ട് സ്ലോ ആവുന്നതാണ്. പിന്നെ iPhone 7 നോക്കുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം നെറ്റ്വർക്ക് ഇഷ്യൂസ് ചില ആളുകൾക്കെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഐഫോണിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷേ അത് അത്രക്ക് എല്ലാവർക്കും ഉള്ള ഒരു കോമൺ കംപ്ലയിൻ്റ് ആയിട്ട് പറയാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.